നാട്ടിൽ നിന്ന് പുലർച്ചെ 5:20 പുറപ്പെടുന്ന ഒരു ബസ്സിന് കയറിയിട്ട് പുതിയ തെരുവ് എത്തിയട്ടാ. പുതിയ തെരുവിൽ നിന്ന് ഒരു KSRTC ബസ്സിന് കയറിയിട്ട് വളപട്ടണം പാലം വഴി ചെറുകുന്ന് തറക്കെത്തിയിട്ടുള്ളത്. ചെറുകുന്ന് ക്ഷേത്ര കവാടാണ് നിങ്ങളിപ്പം കാണുന്നത്. ശേഷം പഴയങ്ങാടി പുഴ അതുവഴി ഒരു ട്രെയിന് കടന്നു പോകുന്നുണ്ടായിരുന്നു. ആ മനോഹര കാഴ്ചകളും കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ മാടായി കാവിലെത്തുകയത്. മാടായി കാവിൻ്റെ ക്ഷേത്രക്കുളമാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം മാടായി കാവിലെത്തി അമ്മയെ ഒന്ന് തൊഴുതു. മറ്റ് ചടങ്ങുകളൊന്നും കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നേരെ നമുക്ക് പൂരക്കുളി കാണാനുള്ള ആ ഒരു ചടങ്ങിലേക്ക് പോകാം. ഞങ്ങൾ മാടായി പാറയിലെത്തി. അവിടെ നിന്ന് വടുകുന്ത ക്ഷേത്ര കവാടലാണ് നിങ്ങൾ കണ്ടത്. അവിടെ കച്ചവടങ്ങൾ പല രീതിയിലുള്ളത് പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു. അതിൽ മനോഹരമായ ഒരു ചട്ടി കലം വെക്കുന്ന ആ ഒരു കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. ഇത് മാടായിപ്പാറയിലെ ദേവചൈതന്യത്തിൻ്റെ ജലസാന്നിധ്യമായി ഒരിക്കലും വറ്റാതെ ഇന്നും നിലകൊള്ളുന്ന വടുകുന്ത തടാകം. ദാരികവധത്തിന് ശേഷം ദേവിക്ക് ശുദ്ധി വരുത്തുന്നതിനായി ശിവഭഗവാൻ സൂര്യനോട് പറഞ്ഞ് നിർമ്മിച്ചതാണത്രേ ഈ ഒരു തടാകം. അങ്ങനെയുള്ള പുണ്യ പുരാണ ഭൂമിയിലെ ചരിത്ര പ്രസിദ്ധമായ ഈ പൂരക്കുളി കാണാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരെയാണ് നിങ്ങൾ കാണുന്നത്. പൂരക്കുളി ആരംഭിക്കാനായി ഏതാണ്ട് ഒരു 8:30 അവർ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പം ലേറ്റ് ആയതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് തന്നെ അവിടെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. തെക്കിനാക്കൽ കോട്ടയിലെ വിവിധ ചടങ്ങുകൾക്ക് ശേഷം വടുകുന്ത തടാകത്തിലെത്തി മണിദ്വീപിനെ 3 തവണ വലം വെച്ച ശേഷം ദേവി വിഗ്രഹവും അതുപോലെ വാളും 2 തവണ ആറാടിച്ച ശേഷം പിന്നീട് മഞ്ഞളിലാടി മഞ്ഞൾ പ്രസാദം ഭക്തർക്കെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീടുള്ള ആറാട്ടാണ് 3ാമത്തെ ആറാട്ട്. അതുവരെയും ഭക്തജനങ്ങൾ വളരെ ആകാംക്ഷാപൂർവം തൊഴുകൈകളോടെ ദേവിയെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു മനോഹര കാഴ്ചകളെല്ലാം ഇനി മുന്നോട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും നിങ്ങൾ കാണുക. ഒരു 10 അത്രയും ഉണ്ടാവില്ല, ഒരു 3 തവണ ഇത് ചെയ്യുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് 2026 മാടായിക്കാവ് പൂരമഹോത്സവം ഈ വടുകുന്ത തടാകത്തിലെ പൂരക്കുളിയോടുകൂടി ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം. ഇനി ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്ത്, അതുപോലെ പൂരക്കഞ്ഞി, വൈകുന്നേരം കാമനയക്കൽ, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇവിടെ വിവിധ സംഘടനകളുടെ ഈ ദാഹജല വിതരണം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചായിരുന്നു ഞങ്ങളുടെ മടക്കം. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ പൂരം ഒഴിഞ്ഞ പറമ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്ലോക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ ബൈ ബൈ.